ഹായ് കൂട്ടുകാരെ, മാധു വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ സമ്മർ വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ 17 പേരടങ്ങുന്ന ഒരു ഫാമിലി ഇങ്ങോട്ട് പോന്നേക്കാണ്. അതായത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? കൊല്ലത്ത്. നമ്മൾ ഈ കൊല്ലത്ത് കാണാൻ പറ്റുന്ന എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ സമയം കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്, അവരെല്ലാവരും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ കൊല്ലം ജില്ലയിൽ അതായത് നമ്മൾ ഈ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ വർഷത്തിലൊരിക്കൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, കാരണം ഒരു വർഷം ഫുള്ള് നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ വീട് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഇല്ലേ? നമുക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ജീവിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള സ്ഥലങ്ങൾ വേണ്ട, കേരളത്തിന് പുറത്തെങ്ങും പോകണ്ട, നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ തന്നെ കാണാനും അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കാനും നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെയല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, ഞങ്ങൾ 16 പേരുണ്ട്. ഈ 16 പേരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ട്രിപ്പിന് വന്നേക്കാണ്. അങ്ങനെ നമ്മുടെ കൊല്ലം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ വിഷ്വൽസ് മുഴുവൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ വർഷവും ഈ ടൂർ പ്ലാൻ ചെയ്ത് നമ്മൾ പോകുന്നതുമാണ്. ഇത് 4ാമത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ കൊല്ലം ജില്ലയിൽ നമ്മൾ കാണാനിരിക്കുന്ന, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. ഹായ് കൂട്ടുകാരെ, നമ്മളങ്ങനെ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ഞാനും മോളിച്ചേച്ചിയും കൂടെയാണ് പോയത്. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ വലിയവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയും പിന്നെ സീനിയർ സിറ്റിസണ് 12 രൂപയും അങ്ങനെയാണ് ഇവിടെ ടിക്കറ്റിൻ്റെ നിരക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരിടത്ത് പോയിട്ടും കണ്ടിട്ടില്ല സീനിയർ സിറ്റിസണ് ഇത്രയും റേറ്റ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്കൊരു പ്രത്യേക കെയറിംഗ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വളരെ നല്ലതാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോയ ഒരു സ്ഥലത്തും സീനിയർ സിറ്റിസണ് പ്രത്യേകിച്ച് ഒരു എമൗണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും പാർക്കിനകത്ത് കയറി. വളരെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്തെ ഈ സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ ചൂട് കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പം ഒരു ചൂടും ഇല്ല. കാരണം ഇഷ്ടംപോലെ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ചൂടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മനോഹരമായ ഒരു സ്ഥലമാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. നല്ല തണലാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. തൊട്ടടുത്ത് പുഴയാണ്, നല്ല മനോഹരമാണ്. അവിടുന്ന് ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ പിള്ളേർക്കുള്ള അഡ്വഞ്ചർ പാർക്കാണ് ഈ കാണുന്നത്. അതിനകത്ത് നമ്മൾ ഏത് റൈഡേ കയറണമെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം. അപ്പം പൈസ കൊടുക്കാതെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെൽത്തിന് നല്ലതായതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ഈ റൈഡുകളെല്ലാം കയറിച്ചു. അവർ ഓടി നടന്നു, ചാടി നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഞങ്ങളെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മക്കൾക്കാണ്. അവളുമാർ 2 പേരും അടിപൊളിയായിട്ട്, 2 പറയാൻ പറ്റും, ഞങ്ങൾ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൃപക്കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ തുമ്പിച്ചനും അപ്പവും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വട്ടത്തിലിരുന്ന് കുറച്ച് സംസാരിച്ചു. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ, എന്ത് രസമായിരുന്നു അറിയോ. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഊഞ്ഞാലുണ്ട്. ആർക്കും പക്ഷഭേദമന്യേ നമുക്കെല്ലാവർക്കും ആടാനും ഊഞ്ഞാലുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ചേച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു. അത്ര മനോഹരമായിട്ടൊരു സംഭവമായിരുന്നു നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിലെ ഈ ട്രിപ്പ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബോട്ടിൽ കയറാനായിട്ട്. അപ്പോഴേക്കാണ് ബോട്ട് വന്നു. അപ്പോൾ അതിൽ കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ചെറിയ ബോട്ടിലാണ് എടുത്തത്. പക്ഷേ എങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ കയറാൻ പറ്റി, ഞങ്ങൾ മാത്രം കയറിയില്ല. തുമ്പിച്ചിനും അതിനുള്ളൊരു വേക്കൻസി കിട്ടി, പക്ഷേ ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ 2ാമത്തെ ട്രിപ്പ് പോകണ്ടേ, അതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു. കുഴപ്പമില്ല, അവരെല്ലാം പോയി എൻജോയ് ചെയ്തിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണെന്നറിയോ? നമ്മുടെ എവിടെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ബീച്ച്. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ ചേർന്ന് ബീച്ചിലേക്കാണ് പോയത്.
അപ്പം വണ്ടി ഇടാനായിട്ട് നമുക്ക് കുറേ, കാരണം അന്ന് നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്, റോഡിലെല്ലാം ഭയങ്കരമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബീച്ചിൻ്റെ സൈഡിൽ ഇറക്കിയിട്ട് ഡ്രൈവർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചായക്കടയിൽ കയറി. നല്ലൊരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ, ചെറിയൊരു പടുതയൊക്കെ ഇട്ട് നല്ലൊരു ചെറിയൊരു ഷോപ്പാണ്. അവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്, ചെറുകടികളെല്ലാം ഉണ്ട്. അപ്പം ഞാനും തുമ്പിച്ചനും അപ്പവും കൂടെ ചേർന്നിട്ട് ഒരു ഗ്ലാസ് ചായയെ വാങ്ങിച്ചുള്ളൂ. കാരണം അവരങ്ങനെ ചായ കുടിക്കില്ല, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ചായക്കാട്ടിലും കൂടുതൽ വെള്ളം കുടിക്കാനല്ലേ തോന്നാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വണ്ടിയിൽ വരുമായിരുന്നു. അപ്പോഴേക്കാണ് നമ്മളിത് ഈ മനോഹരമായൊരു കാഴ്ച കണ്ടത്, ഒരു കപ്പൽ. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. നമുക്കവിടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല അടിപൊളി തിരകളെല്ലാം വന്ന് നല്ല രീതിയിൽ നമ്മുടെ കടൽ പ്രക്ഷോഭമായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റിയില്ല. ആരും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കടലിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് ജനങ്ങൾ നമ്മുടെ ബീച്ചിലുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തെന്നറിയോ, സൈലൻ്റായിട്ടൊരു മൂലയ്ക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ആ കടലിൻ്റെ തിരകൾ എണ്ണുന്ന എന്ത് മനോഹരമാണെന്നറിയോ. അതുപോലെ തന്നെ പിള്ളേരെയൊക്കെ ആകർഷിക്കാനായിട്ട് ഒരുപാട് ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കുറേ നേരം കടലിൻ്റെ തീരത്തിങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു റീൽ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടിന് ഡാൻസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ കട്ട ഫ്ലോപ്പായി പോയി. ഞങ്ങൾക്ക് റീൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ലൈറ്റ് എല്ലാം പോയിരുന്നു. ഞങ്ങൾ പ്രിപ്പയർ ആയി വന്നപ്പോൾ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയതുകൊണ്ട് തന്നെ ഞങ്ങളതവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതിനേക്കാട്ടിലും മനോഹരമായ അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര അതിമനോഹരമായിരുന്നു. ഞങ്ങൾ വളരെയേറെ എൻജോയ് ചെയ്തു. ഏറ്റവും കൂടുതലും ഞങ്ങളെക്കാട്ടിലും കൂടുതലും ഞങ്ങളുടെ കുട്ടികൾ എൻജോയ് ചെയ്തു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവർ എൻജോയ് ചെയ്യുക, അവർ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഒരു വൈബ് തന്നെയാണ്, ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഞങ്ങളുടെ വ്യൂവേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും 1000 നന്ദി. പിന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് 1 മില്യൺ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇനി വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങളുടെ ഒരു നല്ലൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ബൈ.